helping in charity. ഞാൻ അശ്വതി. സോ ഇന്ന് വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് AI-നെ കുറിച്ച് തന്നെയാണ്. നമ്മളുടെ കഴിഞ്ഞ വീഡിയോ ആയിട്ടുള്ളത് ആക്സിഡന്റിനോട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു. ഹൗ വി ക്യാൻ ഇംപ്ലിമെന്റ് AI ഇൻ ആക്സിഡന്റ്. സോ ആക്ച്വലി അതേ തീം തന്നെയാണ്, ബട്ട് ആക്ച്വലി ഡിഫറെൻറ്റ് രീതിയിലാണ് ഞാൻ നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ദ കാലാപുരി. ആക്ച്വലി നമ്മളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ലൈഫ് സ്റ്റാർട്ടിങ് മുതൽ നമുക്കറിയാം, പക്ഷേ എൻഡിങ് പോയിന്റ് എവിടെയാണെന്ന് അറിയില്ല. നമ്മൾ മരിക്കും, അത് ഏത് ദിവസം മരിക്കും, എങ്ങനെ മരിക്കും, എപ്പോൾ മരിക്കും എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമുക്ക് യാതൊരു എന്താ പറയുക നേരത്തെ ഒരു അക്നോളജ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ അക്കോർഡിംഗ് ടു ഹിന്ദു മിത്തോളജി നമ്മളുടെ ആ ലൈഫും ഡെത്തും തമ്മിലുള്ള ആ പോയിന്റ്, ആ ഒരു മിഡിൽ വേർഡ് എന്ന് പറയാം നമുക്ക്, ആ ഒരു പോയിന്റിൽ വരുന്ന ആളാണ് കാലൻ, യമൻ. ആക്ച്വലി ഈ മരണം, അപ്പോൾ അദ്ദേഹം ആക്ച്വലി ബഫലോയിലാണ് പോകുന്നത്. ഇന്ത്യൻ സിനിമയിലൊക്കെ കാണാൻ പറ്റും, ആ ബഫലോയിലാണ് പോകുന്നത്. ഹി ഹാസ് എ റോപ്പ് ആൻഡ് എ ഹുക്ക് ഇൻ ഹിസ് ഹാൻഡ്. സോ ആക്ച്വലി വെറെവർ നമ്മളുടെ ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ ഡിഫറെൻറ്റ് വേർഷൻസിൽ കാലൻ വരുന്നുണ്ട്. സോ ഒരാൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിനെ ആക്സിഡൻ്റ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്, ബിക്കോസ് നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സോ നമുക്ക് അതിൻ്റെ ആ ഒരു ഭാഗത്ത് മാത്രമേ ആവശ്യമുള്ളൂ. Everything in the object, everything in the universe, everything in the universe except sun has its own shadow. So actually നമുക്ക് ഷാഡോനെ നമ്മളുടെ യമനായിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഷാഡോ പോലെ തന്നെ നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ട് യമൻ. ആക്ച്വലി ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്, ഐ ഹാവ് എ മില്യൺസ് ഓഫ് ചാൻസസ് ടു ബി ഗെറ്റ് ഡൈ. കുറേ ചാൻസസ് ഉണ്ട്. സോ actually he is not killing the people, but he is actually taking over the life to some other life. According to Hindu mythology നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അതേ ഒരു man with his identity actually lives in somewhere else at സ്വർഗമോ അല്ലെങ്കിൽ ഹെൽ എവിടെയോ അദ്ദേഹം താമസിക്കുന്നുണ്ടെന്നാണ് നമ്മുടെ ഹിന്ദു. ആസ് നമ്മൾ ഈ ഒരു AI നമ്മൾ കാറുകളിലും ബൈക്കുകളിലും എല്ലാ വണ്ടികളിലും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ എല്ലാ വണ്ടികളുടെയും ഫ്രണ്ടിലും ബാക്കിലും ക്യാമറാസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫ്രണ്ടിലുള്ള വ്യൂ, അതേപോലെ ബാക്ക് ചെയ്യുന്നൊരു ക്യാമറ, ഇപ്പോൾ രാത്രി ആയാലും ഒരു കൂരിരുട്ടായാൽ കൂടി നല്ല ഇൻഫ്രാറെഡ് ക്യാമറാസ്, ക്ലിയർ വേർഷനറി ഉള്ള ഒരു ക്യാമറ നമ്മൾ ഇതാക്കുക, അതിൽ റെക്കോർഡ് ചെയ്യുന്ന പോലെ ആക്കി കഴിഞ്ഞാൽ ഈ അതോറിറ്റീസിന് ഇപ്പോൾ എനിത്തിങ് ഓടായിട്ട് നടന്നു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു വീഡിയോ, അതായത് ഇപ്പം മിക്ക കേസുകളും നമുക്ക് ഐ വിറ്റ്നസ് ഇല്ലാത്തതുകൊണ്ടാണ് മിക്ക കേസുകളും ഡിലേ ആയി പോകുന്നത്. അതിലേക്ക് ഞാൻ വരാം. അപ്പം ഇത് ഇങ്ങനെ എന്താ പറയുക, ബാക്കിലും ഫ്രണ്ടിലും നമ്മൾ വെക്കുകയാണെങ്കിൽ ഇത് റെക്കോർഡ് ആയിക്കൊണ്ടേയിരിക്കും. ആൻഡ് ഈ റെക്കോർഡ് ചെയ്യുന്ന സമയം നമുക്ക് അതോറിറ്റീസിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദേ ക്യാൻ ടേക്ക് വിത്തൗട്ട് പെർമിഷൻ നമ്മളുടെ ആ ഒരു എന്താ പറയുക റെക്കോർഡ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ ഇവർക്ക് എടുക്കാവുന്നതാണ്. ആൻഡ് സെക്കൻഡ് തിങ് ഇസ് ദാറ്റ്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു കാർ ആക്സിഡൻ്റ് ആവും, അല്ലെങ്കിൽ ഇപ്പോൾ അബ്നോർമൽ ആയിട്ട് ഓട്ടോ ആയിട്ടുള്ള എന്തെങ്കിലും കാണും, ഒരു മർഡർ കാണും, അല്ലെങ്കിൽ ഒരു കുട്ടീനെ അബ്നോർമൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കാണാം, അല്ലെങ്കിൽ ആ കുട്ടീനെ ആരെങ്കിലും അബ്ജക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന പോലെ എന്തെങ്കിലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു കേസിൽ പോലീസുകാർക്ക് അല്ലെങ്കിൽ കോർട്ടിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഐ വിറ്റ്നസസ് ആണ്. ബട്ട് ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് ഐ വിറ്റ്നസസ് കാരണം മെനി ഓഫ് ദി കേസസ് ആർ ഹാവ് ബീൻ ഡിലേഡ്. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദിസ്. സോ ഇങ്ങനെ ഒരു സമയത്ത് എന്താ പറയുക, ഇറ്റ്സ് ബിക്കോസ് ഓഫ് വൺ ഓഫ് എ ഡ്രോബാക്ക്, അതായത് ഐ വിറ്റ്നസ് ഇല്ലാത്തതുകൊണ്ട് ഒരു കേസിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നടക്കുകയാണെങ്കിൽ ആ വഴി കൂടെ പാസ് ചെയ്തിട്ടുള്ള ആ ഒരു ജസ്റ്റ് ഒരു ടൈം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലോ അല്ലെങ്കിൽ ആ ടൈമിൽ പോയിട്ടുള്ള 5-6 വണ്ടി അല്ലെങ്കിൽ 10-15 വണ്ടികളുടെ ഇതുപോലത്തെ വീഡിയോസ് നമുക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എത്ര വണ്ടിയാണ് നമുക്ക് കിട്ടുന്നത്, 20 വണ്ടീസാണ് അതിലൂടെ പോയിരുന്നെങ്കിൽ ആ 20 വേർഷൻസ് ആയിരിക്കും നമുക്ക് അവിടെ കാണാം. ചിലപ്പോൾ ഈ ഐ വിറ്റ്നസസിൻ്റെ കാറിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും അയാളുടെ വെഹിക്കിളിൽ നിന്ന് തന്നെ നമുക്കിത് കാണാവുന്നതാണ്. അങ്ങനെ ഇങ്ങനെ കാണുവാണെങ്കിൽ നമുക്കിത് ആക്ച്വലി ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള പ്രൂഫായിട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് ഇത് തന്നെ അതിൻ്റെ ഡിസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വിധിക്ക് വളരെയേറെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. പോലീസുകാർക്ക് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എൻക്വയറിക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ വീഡിയോസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇൻ സച്ച് എ സിറ്റുവേഷൻ വി ഡോണ്ട് ഹാവ് എ two-way communication. Like if a person is actually violating all the traffic rules and being a headache for other people as well as for the authorities don't have a communication, a two-way communication system according to our now in this situation. So by synchronizing the AI and the Kala, we can actually give him warning, and if he is giving after 2 more warning, if he is doing the same thing, then we can actually ban him from doing such a things by stopping him from further driving. Suppose if we are going to enter a school zone, we don't have a system giving us information a half kilometers, a comfortable zone or a comfortable distance from there. So in such a situation, if we are getting the information just half an hour before, then we will be it will be make us like comfortable for entering the place that we have to lower our speed
and we can just comfortably go out over that place. So we will be getting like if we are going to go through a narrow junction or a place is crowd is there, then we will be getting the information just a half an hour, just 30 minutes before that. So we will be we can lower our speed and we can go comfortably through that place. So we will be getting like informations as in like a mobile network. We will be getting notifications based on this, and we can check it out and we can have a safe journey. No one is going to like think that today I'm going to get accident, like I'm going to do an accident. No, never, no one who is now living don't think that they are going to have an accident their own or by somebody else. It's actually happening unfortunately by someone's mistakes happening on the road. So on that situation, English Castle is made up of 26 language, 26 alphabets. Like that, our traffic rules are actually 50 or 60 do's and pros and cons and do's and don'ts that we have to do. So if it's not actually the thing that we have to do in the presence of authority, so we have to be alert on the presence of authority. In absence of and everyone also we must do the same, because traffic rules are always traffic rules and it's actually not a myth but actually the truth. The government used to tell the people that about a flood intensity, for example intensity of a flood by the colors like the red alert, orange alert, green alert, yellow alert and all. So this is to show the people about the intensity. Like that we have to raise brandings like the hoardings about a lot of traffic rules, as well as we have to also brand Yemen on that. So we can give the awareness to the people. As I said, there are thousands options for us to have get accident and 1001 chances for not to get accident. So that is the one is actually the difference between both the things. So for avoiding all these things we have to improve our safeties, like we have to improve, like actually if we are going to violate a law, the police officers may fine on us and we have to give money on that, but later it will become a ego clash in between. So for avoiding all these things we have to just do is that we have to follow all the safety rules, and for awareing us about these we have to like stand a lot of hoardings regarding this, and also we have to brand Yemen on that.